ഈ പുഴയും കടന്ന സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ. അങ്ങനെ സുജാതയുടെ വലിയ തറവാട്ടുമുറ്റത്തേക്ക് വിനീതും ഗംഗയും ഇടറിയ ചുവടുകളോടാണ് കടന്നു വരുന്നത്. അവരുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തിനായിരിക്കും അമ്മ ഇത്ര പെട്ടെന്ന് തങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? വീണ്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ? ഗംഗയുടെ കൈകൾ വിനീതിന്റെ കൈകളിൽ മുറുകി. അവളുടെ കണ്ണുകളിൽ വ്യക്തമായ ഭയമുണ്ടായിരുന്നു. അതേസമയം ഉമ്മറത്ത് നിൽക്കുന്ന ഗീതയും ഭർത്താവ് ദാസനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് വല്ലാതെ ചിരി പടർന്നു. ദാസേട്ടാ, ഇവനെന്താ ഇവിടെ? തള്ള രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത്. ഇന്നത്തോടെ ഇവന്റെയൊക്കെ അഹങ്കാരം അമ്മ അവസാനിപ്പിക്കും, ഗീത പതിഞ്ഞ സ്വരത്തിലങ്ങ് പറഞ്ഞു. ദാസൻ ഒരു വഷളം ചിരിയോടുകൂടെ മീശ പിരിച്ചു. ഇല്ല ഗീതെ, ഒന്നും എന്റെ കയ്യിൽ നിന്നും പോയിട്ടില്ല. ഈ വീട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ പേരിലാക്കാൻ ഈ ദാസൻ അറിയാം. നീ കണ്ടോ, ഇപ്പൊ തള്ള ഇവന്മാരെ ഇവിടെ നിന്നും പടിയടച്ച് പിണ്ടം വെക്കും. എന്നാൽ അവരുടെ കണക്കൂട്ടലുകളെല്ലാം മുഴുവൻ തെറ്റിച്ചുകൊണ്ട് തന്നെ പൂമുഖവാതിൽ തുറന്നുകൊണ്ട് തന്നെ സുജാത പുറത്തേക്ക് വന്നു. കയ്യിൽ നിലവിളക്കുണ്ടായിരുന്നു. ആ കാഴ്ച ഗീതയും ദാസനും അങ്ങ് ഞെട്ടിത്തരിച്ചു പോയി. സുജാതയുടെ കയ്യിൽ പ്രകാശം ചൊരിയുന്ന ഒരു നിലവിളക്കുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുഖത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു അഹങ്കാരമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. പകരം വല്ലാത്തൊരു ശാന്തതയും വലിയൊരു പശ്ചാത്താപവും മാത്രം. അമ്മേ, വിനീത് അമ്പരപ്പോടെ വിളിച്ചു. തന്നെയും ഗംഗയും ആ വീട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് അമ്മ സ്വീകരിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സുജാത പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചം ആ അമ്മയുടെ കണ്ണുനീരിൽ തട്ടിയിളങ്ങി. ദാസേട്ടാ, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. വിനീതിനെയും ഗംഗയെയും അമ്മ ആനയിച്ച് അകത്തേക്ക് കയറ്റുകയാണല്ലോ. ഗീതയുടെ ശബ്ദത്തിൽ നിരാശയും ദേഷ്യവും നിറഞ്ഞു നിന്നു. നീ ഒന്നും മിണ്ടാതിരിക്കു ഗീതെ, അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കട്ടെ. ദാസൻ പല്ലെറിമി. ഗീതയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ വേഗത്തിൽ സുജാതയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ഇവനെയും ഇവളെയും അനയിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറ്റാൻ അമ്മക്കെന്താ നാണമില്ലേ? അമ്മയെ ധിക്കരിച്ച് ഇവളെയും കൂട്ടി ഇറങ്ങിപ്പോയവനല്ലേ ഇവനെ? സുജാതയുടെ കണ്ണുകളിൽ പെട്ടെന്നൊരു തീപ്പൊരി മിന്നി. അവൾ ഗീതയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്റെ മോള് കൂടുതൽ അമ്മയോട് സ്നേഹമൊന്നും കാണിക്കാൻ വരണ്ട. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈ സുജാതയ്ക്ക് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലായതാ. ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ടാ ഞാനിന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. സുജാതയുടെ ആ വാക്കുകൾ ഗീതയുടെയും ദാസന്റെയും നെഞ്ചിൽ ഒരു ഇടുത്തി പോലെ വീണു. അവർ പരസ്പരം അന്താളിപ്പോടുകൂടി നോക്കി നിന്നു. വിനീത് ഗംഗയും കൂട്ടി സുജാതയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, എന്നെയും ഗംഗയും ഈ വീട്ടിലേക്ക് അമ്മ വിളിച്ചു കയറ്റുകയെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അമ്മക്കിത് എന്തു പറ്റി? ഗീതേച്ചിയോട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുജാത വിനീതിന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുപോയി. അമ്മക്ക് എല്ലാവരോടും യഥാർത്ഥ സ്വഭാവം ഇപ്പോഴാടാ മനസ്സിലായത്. ആരാ അമ്മക്ക് താങ്ങും തണലുമായി എക്കാലത്തും ഉണ്ടാവുകയെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. തുടർന്ന് സുജാത ഗംഗയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഗംഗ ഭയത്തോടുകൂടി വിനീതിന്റെ പിറകിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ സുജാത അവളുടെ കൈകൾ ഇങ്ങനെ സ്നേഹത്തോടെ പിടിച്ചു. മോളെ, അപ്പച്ചി മോളോട് ഒരുപാടധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ അരവിന്ദന്റെ കുടുംബമാണെന്ന് പോലും ഞാൻ ഓർക്കാതെ പാതിരാത്രിക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടു. അന്ന് ശാരദയും അമ്മയും എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കിപ്പോഴാണ് മോളെ മനസ്സിലായത്. അതിൻ്റെയൊക്കെ പരിണിത ഫലം ഇപ്പോൾ ഈ അപ്പച്ചി അനുഭവിച്ചു കഴിഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം മോളെ. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പച്ചി ഇതെന്തൊക്കെയായി പറയുന്നത്? മോള് വാ, ഈ വീടിന്റെ ഐശ്വര്യം ഇനി നീയാണ് മോളെ. ഈ വിളക്ക് നീ കയ്യിൽ പിടിച്ച് വലതുകാൽ വെച്ച് നീ ഈ വീട്ടിലേക്ക് കയറി വായോ. സുജാത നിലവിളക്ക് ഗംഗയുടെ കൈകളിലേക്ക് നൽകി. ഗീത വീണ്ടും മുന്നോട്ട് വന്നു. ഞാൻ ഇതിന് സമ്മതിച്ചു തരില്ല. എന്റെ അനുവാദമില്ലാതെ ഇവൾ ഈ വീടിന്റെ പടി കയറ്റില്ല എന്ന് പറയും. എടി, നിന്റെ സമ്മതമൊക്കെ ആർക്കാടി വേണ്ടത്? സുജാത ഗീതയോട് പൊട്ടിത്തെറിച്ചു. ഈ വീട് എന്റെയാണ്. നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് ഞാൻ അന്തസ്സായിട്ടാണ് നിന്നെ അവന്റെ കൂടെ കെട്ടിച്ചയച്ചത്. വീണ്ടും ഇവിടെ വന്ന് അധികാരം കാണിക്കാൻ നിനക്ക് യാതൊരുവിധ അവകാശവുമില്ല. അമ്മ, അതെന്ത് വർത്താന അമ്മേ? ദാസൻ കയർത്തു. നീ ഒന്നും മിണ്ടിപ്പോവരുത്, സുജാത അലറി. സുജാതയുടെ ഈ ഒരു മാറ്റം വിനീതിൽ സംശയമുണർത്തി. അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? പക്ഷേ ഗംഗ നിലവിളക്കുമായ വലതുകാൽ വെച്ച് ആ വീടിന്റെ മരുമകളായി അകത്തേക്ക് കയറുമ്പോൾ വിനീതിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയതിനു ശേഷം സുജാത വിനീതിനെയും ഗംഗയും ചേർത്ത് പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇവിടെ ഇനി ജീവിക്കണം. നിങ്ങളെ പിരിക്കാനാ ഞാൻ നോക്കിയത്. പക്ഷേ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം സത്യമുള്ളതാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമ്മേ, സത്യം പറ, അമ്മക്ക് പെട്ടെന്നെന്താ ഇങ്ങനെയൊരു മനംമാറ്റം? ഗീതേച്ചിയും ദാസനളിയനും എന്തു ചെയ്തു? വിനീത് ചോദിച്ചു. സുജാത വീണ്ടും പൊട്ടിക്കരഞ്ഞു. മോനെ, അവൾ എന്നെ കൊല്ലാൻ നോക്കിയടാ. എന്ത്? വിനീത് ഞെട്ടിധരിച്ചു. ഗംഗയും വായ് പൊത്തിപ്പോയി. അതേ മോനെ, അവൾ അവളുടെ ഭർത്താവുമായി ചേർന്ന് എന്നെ കൊന്ന് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം തന്നെ അവളുടെ പേരിലാക്കാൻ നോക്കി. അതിന് ദാസൻ വെട്ടുകത്തിയുമായി ഇന്നലെ എന്നെ വെട്ടാൻ വന്നതാ. ഞാൻ ഓടി രക്ഷപ്പെട്ടതാടാ. ഇന്നലെ രാത്രി മുഴുവൻ ഒരു പോള പോലും കണ്ണടക്കാതെ ആ പറമ്പിലെ ഇരുട്ടത്താ ഞാൻ ഇരുന്നത്. വിനീതിന്റെ രക്തം നിലച്ചു. തന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ച സ്വന്തം പെങ്ങൾ. അവൻ വേഗത്തിൽ തന്നെ പുറത്തേക്ക് നരിഞ്ഞു. ദാസൻ ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വിനീത് പാഞ്ഞു കൂന്നുകൊണ്ട് തന്നെ ദാസന്റെ തോളിൽ അങ്ങ് കുത്തിനി പിടിച്ചു. എടാ നായേ, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കുകയാണോ നീ?
വിനീത് ദാസന്റെ മുഖത്തേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. ദാസനും തിരിച്ചടിച്ചു. വലിയൊരു അടിപിടി അവിടെ നടന്നു. വിനീതിന്റെ അടി കൊണ്ട് ദാസൻ നിലത്തേക്ക് അങ്ങ് വീഴാണ്. ബഹളം കേട്ട് ഗംഗയും ഗീതയും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഗംഗ വിനീതിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മാറി നിക്കടി ഗംഗേ, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും, വിനീത് അലറി. ഗീത ദാസനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. വിനീതേട്ട, എന്താ ഈ കാണിക്കുന്നത്? എടി, നിന്നോടുള്ള എല്ലാ ബന്ധങ്ങളും എന്റെ മനസ്സിലങ്ങ് മരിച്ചുപോയി. എന്റെ അമ്മയെ കൊല്ലാൻ നീ ഇയാൾക്കൊപ്പം നിന്നോ? ഈ നിമിഷം മുതൽ നീ എന്റെ പെങ്ങളല്ല. നിന്റെ കെട്ടിയോനെയും വിളിച്ച് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിയേക്കണം, വിനീത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനിറങ്ങില്ല, എനിക്കും അവകാശമുണ്ട് ഇവിടെ, ഗീത വാശിയോടെ പറഞ്ഞു. നിനക്കിവിടെ യാതൊരുവിധ അവകാശവുമില്ല. ഈ കാണുന്നതെല്ലാം തന്നെ എന്റെ മോന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് എന്ന് സുജാതയും അലറി. അപമാനഭാരം കൊണ്ട് ദാസനും ഗീതയും അവിടെ നിന്നും ഇറങ്ങി. പടിയിറങ്ങുമ്പോൾ ദാസന്റെ കണ്ണുകളിൽ പക എരിയുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. ഈ സ്വത്തുക്കൾ ഞാൻ തന്നെ അനുഭവിക്കും, ദാസൻ മനസ്സിൽ ഉറപ്പിച്ചു. വിനീത് സുജാതയെ ആശ്വസിപ്പിച്ചു. അമ്മ വിഷമിക്കേണ്ട, അമ്മക്കിനി ഞങ്ങളുണ്ട്. സുജാതയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ അവർ 3 പേരും സ്നേഹത്തോടെ ആ വീട്ടിലേക്ക് കയറി. ഇതേസമയം നഗരത്തിലെ വലിയൊരു ബംഗ്ലാവിൽ മറ്റൊരു ഗൂഢാലോചന നടക്കുകയായിരുന്നു. കാവേരിയുടെ അച്ഛനായ അരവിന്ദിന്റെ ഏറ്റവും വലിയ വിശ്വാസിയായിരുന്നു ജയബാലൻ. അരവിന്ദൻ ഗൾഫിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അയച്ചു കൊടുത്ത പണം കൊണ്ട് സ്വന്തം പേരിൽ 5 ഏക്കർ തോട്ടം വാങ്ങി. അരവിന്ദനെ ചതിച്ച മഹാപാപി. ഇന്ന് അയാൾ ഒരു MLA ആവാനുള്ള മോഹത്തിലാണ്. ജയബാലൻ തന്റെ സഹോദരി രാജേശ്വരിയുമായി സംസാരിക്കുകയായിരുന്നു. രാജേശ്വരിയുടെ മകൻ നിവിൻ കാവേരിയെ പലപ്പോഴും സഹായിക്കുന്നത് ജയബാലന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. രാജേശ്വരി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകൻ രാഗിണിയും നിന്റെ മകൾ നിവിനുമായിട്ടുള്ള ആ ഒരു കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകളെ കണ്ണു മടിച്ച് എനിക്ക് അയക്കാമല്ലോ. അതെനിക്ക് മനസ്സിലായി ജയബാലേട്ടാ. ഇപ്പൊ എന്തിനാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് രാജേശ്വരി ചോദിച്ചു. സംസാരിക്കണം. നിന്റെ മകൻ ആ അരവിന്ദിന്റെ മകൾ കാവേരിയുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആ കുടുംബത്തിന് എന്താവശ്യമുണ്ടെങ്കിലും അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. അവൻ അവളെ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ വാശി പിടിച്ചതായിട്ടും ഞാൻ അറിഞ്ഞു. രാജേശ്വരി അത് കേട്ട് പരിഭ്രമിച്ചു. അതൊക്കെ വെറുതെയാ ജയബാലേട്ടാ. അവന് വെറും ഒരു കുട്ടിക്കളിയായിരിക്കും. ആ കാവേരി ഒരിക്കലും നിവിന് ചേർന്ന പെണ്ണല്ല, അഹങ്കാരിയാണ് അവൾ. എന്റെ മനസ്സിൽ നിവിന്റെ വധു രാഗിണി തന്നെയാണ്. ജയബാലൻ ചിരിച്ചു. എനിക്ക് അത്രയൊക്കെ കേട്ടാ മതി. രാഗിണി ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തും. വെറും കൈയോടെ ഞാൻ ഒരിക്കലും അവളെ നിന്റെ വീട്ടിലേക്ക് അയക്കില്ല. ഞാൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ആ ഒരു 5 ഏക്കർ തോട്ടമുണ്ടല്ലോ, അതെന്റെ മരുമകന് ഞാൻ സമ്മാനമായി കൊടുക്കാനുള്ളതാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് നിവിനുള്ളതാണതൊക്കെ. അടുത്ത ആഴ്ച അവിടെ ഒരു ഭൂമി പൂജ നടക്കുന്നുണ്ട്. നീ നിവിനെയും കൂട്ടിയിട്ട് ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വരണം. തീർച്ചയായിട്ടും ഞാൻ വരും ജയബാലേട്ടാ. ആ കാവേരിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, രാജേശ്വരി ഉറപ്പു നൽകി. ജയബാലൻ തനിച്ചായപ്പോൾ ക്രൂരമായൊന്ന് പുഞ്ചിരിച്ചു. കാവേരി, നിന്നെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ എനിക്കറിയാം. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുന്നോ? നിനക്ക് നിവിനെയും കിട്ടില്ല, ആ തോട്ടവും കിട്ടില്ല. നീ നെഞ്ചു പൊട്ടിക്കരയുന്നത് ഈ ജയബാലൻ കാണും. കാവേരി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അച്ഛൻ വാങ്ങാൻ ആഗ്രഹിച്ച ആ ഒരു തോട്ടം ഇപ്പോൾ ജയബാലന്റെ പേരിലാണ്. പഴയ ഉടമസ്ഥനെ പോയി കണ്ടെങ്കിലും അയാൾക്കൊന്നും ഓർമ്മയില്ല. എന്ത് ചെയ്യണമെന്ന് കാവേരിക്കൊരു പിടിയുമില്ലായിരുന്നു. സുജാതയുടെ വീട്ടിലേക്ക് പോയ ഗംഗയോടും വിനീതിനോടും അവൾ തന്റെ സങ്കടം പങ്കുവെച്ചു. ചേച്ചി, ആ തോട്ടം അച്ഛൻ നമ്മൾ കൊണ്ടുപോയി കാണിച്ചതാണ്. പക്ഷേ നമുക്ക് അനുകൂലമായി ഒരു തെളിവുമില്ല. ജയബാലൻ അവിടെ ഭൂമി പൂജ നടത്താൻ പോവാണ്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അങ്ങനെ നശിപ്പിച്ചു വിടാനൊന്നും എനിക്ക് പറ്റില്ല ചേച്ചി. കാവേരി കരഞ്ഞു. ഗംഗ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാവേരിയുടെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. ഇതേ സമയം ശാരദയും കാവേരിയുടെ മുത്തശ്ശി രാധമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രാധ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ അരവിന്ദൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കാശുണ്ടാക്കിയത്. ജയബാലൻ അവനെ ചതിച്ചതാണല്ലോ ഈശ്വര. സ്വന്തം വീട്ടിൽ നിന്ന് കഴിച്ചതിനേക്കാൾ ഭക്ഷണം ആ ജയബാലൻ എന്റെ കയ്യിൽ നിന്ന് വന്ന് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്റെ അരവിന്ദിനെ ഇങ്ങനെയൊക്കെ ചതിച്ചല്ലോ. ശാരദ കടുത്ത സങ്കടത്തിലായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് ശാരദയുടെ നെഞ്ചിലേക്ക് വീണ്ടും കനൽ കോരിയിട്ടുകൊണ്ടതിന് രാജേശ്വരി സ്നേഹതീരം വീട്ടിലേക്ക് കയറി വരുന്നത്. എന്താ ശാരദയെ, കണ്ടിട്ടെന്താ മിണ്ടാതെ നിൽക്കുന്നത്? രാജേശ്വരി പുച്ഛത്തോടെ ചോദിച്ചു. എന്താ രാജേശ്വരി, എന്താ കാര്യം? അരവിന്ദേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു. അതുകൊണ്ട് പറയാ, പെൺമക്കളെ വളർത്തിയെടുക്കുന്നത് ഓരോ വീട്ടിലെ ആണുങ്ങളെ വല വീശി പിടിക്കാനായിരിക്കരുത്. രാജേശ്വരിയുടെ വാക്കുകളിൽ വിഷമായിരുന്നു. ശാരദ ഞെട്ടി. എന്തൊക്കെയാ രാജേശ്വരി നീ ഈ പറയുന്നത്? എന്റെ മക്കൾ ആരെ വല വീശി പിടിച്ചു എന്നാ? ഒരു മകളെ എന്റെ മരുമകന്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെച്ചു. ഇപ്പതേ കാവേരി എന്റെ മകൻ നിവിന്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. അവനെ കൊടുക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ ആ മനസ്സിൽ നിന്നങ്ങ് എടുത്തു കളഞ്ഞേക്ക്. അവന്റെ കല്യാണം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അവളോട് പറഞ്ഞേക്ക് എന്റെ മോന്റെ പുറകെ നടക്കുന്നത് ആ ഒരു നടപ്പങ്ങ് നിർത്താന്. ശാരദക്ക് ആ വാക്കുകൾ ഒട്ടും സഹിക്കാനായില്ല. എന്റെ മകൾ ആരുടെയും പുറകെയൊന്നും പോയിട്ടില്ല. നിങ്ങളുടെ മകനെ ഞങ്ങൾ ഒന്നിനും വിളിച്ചിട്ടുമില്ല. വിനീതിനോടുള്ള കൂട്ടുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരിക്കൽ കൂടി ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, രാജേശ്വരി ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. ഇതൊരു മുന്നറിയിപ്പാണ് ശാരദെ. എന്റെ മകനെ ഇനി ഒരു കാര്യത്തിലും അവൾ വിളിക്കാൻ പാടില്ല.
അവൾക്ക് അത്രക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാൻ പറ. ഇതും പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതൊക്കെ കേട്ട് ശാരദ ആകെ തകർന്നു പോയി. കാവേരി വന്നപ്പോൾ തന്നെ ശാരദ ദേഷ്യത്തിലങ്ങ് ചോദിച്ചു, നീയും നിവിനും തമ്മിൽ എന്ത് ബന്ധമാവുള്ളത് എന്ന്. ഒരു ബന്ധവുമില്ലമ്മേ, എന്നെ പല കാര്യങ്ങളിലും അവൻ സഹായിച്ചിട്ടുണ്ട്, അത്രമാത്രം, കാവേരി പറഞ്ഞു. ഹാ, ഇനി ഏതായാലും ആ സഹായം വേണ്ട. രാജേശ്വരി വന്ന് എന്നെ അപമാനിച്ച് സംസാരിച്ചിട്ടാ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. നിനക്ക് സഹായത്തിന് ഇപ്പൊ വിനീതവും ഗംഗയും ഉണ്ട്. നിവിനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ ഇതോടുകൂടെ അവസാനിപ്പിക്കണം. കാവേരി കണ്ണീരോടെ നിന്നു. അമ്മേ, ആ ജയബാലന്റെ ചതിയുടെ വിവരങ്ങൾ എനിക്ക് തന്നത് നിവിനാണ്. ആ തോട്ടത്തിലേക്ക് എത്താനുള്ള ഏക പിടിവള്ളി ഇപ്പൊ അവനാണമ്മേ. വേണ്ട മോളെ, ശാരദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമുക്ക് നഷ്ടപ്പെടാനുള്ളൊക്കെ നഷ്ടപ്പെട്ടു. ഇനി എനിക്കൊരു ചീത്തപ്പേരൊന്നും കേൾക്കാൻ വയ്യ. പക്ഷേ രാധമ്മ അങ്ങോട്ടേക്ക് വന്നു. നീ എന്തിനാ ശാരദയെ പേടിക്കുന്നത്? എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താ അത് മറ്റൊരാൾ ഭൂമി പൂജ നടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അവിടേക്ക് പോകണം. രാധമ്മയുടെ വാക്കുകൾ കാവേരിക്ക് ആവേശം നൽകി. യമുനയും അവർക്ക് പിന്തുണയായി വന്നു. ജയബാലേട്ട് തട്ടിയെടുത്ത ആ ഒരു 5 ഏക്കർ തോട്ടം, അവിടെ വർണ്ണപ്പകിട്ടാർന്ന പന്തലൊരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ വമ്പന്മാരും രാഷ്ട്രീയ നേതാക്കളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജയബാലൻ, രാജേശ്വരി, നിവിൻ, വിശാൽ എന്നിവരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. പെട്ടെന്നാണ് കാർമേഘങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി വരുന്ന ഒരു ഇടിമിന്നൽ പോലെ കാവേരിയും ശാരദയും രാധമ്മയൊക്കെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരെ കണ്ടപ്പോൾ രാജേശ്വരിയുടെയും ജയബാലന്റെയും മുഖം വിളറി വെളുത്തു. കാവേരി നേരെ ജയബാലന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ചുറ്റും നിന്നവരേക്ക് വകവെക്കാതെ അവൾ ഉച്ചത്തിലങ്ങ് ചോദിച്ചു, എന്താ ജയബാലൻ സാറേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ ഭൂമി ഒരു പൂജ നടത്തുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഓണറുടെ മക്കളായി ഞങ്ങളെ അറിയിക്കേണ്ടതല്ലേ? സദസ്സിൽ ഒരു നിശബ്ദത പടർന്നു. ജയബാലന്റെ മുഖത്ത് ദേഷ്യം മിരിച്ചു കയറി. എന്റെ അച്ഛൻ മണലാരണ്യത്തിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന് വേണ്ടിച്ച് വാങ്ങിച്ച ഭൂമിയാണിതൊക്കെ. അപ്പോ ഈ ഭൂമി പൂജയിലുണ്ടാവുന്ന ഒരു പിടി ചോറ് കഴിക്കാനുള്ള അവകാശം മറ്റാർക്കും കൊടുക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് തരേണ്ടേ? കാവേരിയുടെ ശബ്ദം അവിടെ വന്ന് മുഴങ്ങി. ദേ, ഇവിടെ വന്ന് തോന്നിയാസം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ എന്റെ കയ്യിന്റെ ചൂടറിയും. ജയബാലൻ പല്ലിറുമ്പി. എന്റെ പൊന്നു ജയബാലൻ സാറേ, ഈ പേടിക്കലൊക്കെ ഈ നിൽക്കുന്നവരോട് മാത്രം മതി. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഈ ഭൂമി നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ആയതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്റെ അച്ഛന്റെ ഡയറിയിൽ ഇതിന്റെ എല്ലാവിധ കണക്കുകളുമുണ്ട്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാശ് കൊണ്ട് സ്വന്തം പേരിൽ നിങ്ങൾ ആ ഒരു തോട്ടം വാങ്ങിച്ചു. ആ പാവ മനുഷ്യനെ നിങ്ങൾ ചതിച്ചു കൊന്നതല്ലേ? കാവേരിയുടെ നിയന്ത്രണം വിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന പൂജ സാധനങ്ങളെല്ലാം തന്നെ അവൾ അങ്ങ് തട്ടിത്തെറിപ്പിച്ചു. പൂജ മുടങ്ങി. ജയബാലന്റെ മകൻ വിശാൽ കാവേരിക്ക് നേരെ പാഞ്ഞെടുത്തു. നാണമുണ്ടോടി നിനക്ക്? എന്റെ അച്ഛൻ വാങ്ങിയ തോട്ടം നിങ്ങളുടേതാണെന്നൊക്കെ പറയാൻ? അച്ഛൻ മരിച്ചുപോയെന്ന് കരുതിയിട്ട് എന്തു പറയാമെന്നാണോ? വിശാൽ അലറി. നീ മാറി നിൽക്കടാ ചെറുക്ക. കാവേരി തിരിച്ചലറി. നിന്റെ അച്ഛനത്ര വലിയ കള്ളനാണെന്നൊന്നും നിനക്കറിയില്ല. രാജേശ്വരി വന്ന് ജയബാലനെ പതുക്കെ ചോദിച്ചു, എന്താ ജയബാലേട്ടാ ഇതൊക്കെ? സത്യം പറയണം. ജയബാലൻ ഒന്ന് പരിങ്ങി. ഈ പെണ്ണുങ്ങൾക്കെല്ലാം മട്ട് പിടിച്ചതാ രാജേശ്വരി, നീ ഇതൊന്നും കാര്യമാക്കേണ്ട. കാവേരിയും കുടുംബം അവിടെ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചതിന് ശേഷം തലയുയർത്തി തന്നെ മടങ്ങി. ജയബാലൻ അപമാനഭാരത്താൽ തല കുനിച്ചു നിന്നു. അയാളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അപമാനം സഹിക്കാൻ കഴിയാതെ ജയബാലൻ തന്റെ ഓഫീസിന്റെ ഇരുട്ടിലങ്ങ് ഒറ്റക്കായി. കാവേരി ജീവിച്ചിരുന്നാൽ താൻ കെട്ടിപ്പൊക്കിയ ആ ഒരു സാമ്രാജ്യം തകരുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. MLA ആവാനുള്ള തന്റെ സ്വപ്നം, സമ്പത്ത് എല്ലാം ഒരു ഒറ്റ പെണ്ണിന്റെ വാശിക്ക് മുന്നിൽ അങ്ങ് തകർന്നടിയും. അവൾ ഇല്ലാതാവണം. എന്നേക്കുമായി തന്നെ അവൾ ഇല്ലാതാക്കണം. അയാൾ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. ഫോണെടുത്ത് അയാൾ നഗരത്തിലെ ഏറ്റവും ക്രൂരനായ വാടക കൊലയാളിയെ വിളിച്ചു. അന്ന് രാത്രി നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വിജനമായ ഒരു വഴിയിലൂടെ കാവേരി നടന്നു വരികയായിരുന്നു. തെരുവ് വിളക്കുകൾ പലതും കണ്ണടച്ചിരുന്നു. നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. വല്ലാത്ത തണുപ്പും ഭയവും ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. പെട്ടെന്ന് ഇരുളിൽ നിന്നും ഒരു കറുത്ത വാൻ അവളുടെ മുന്നിലേക്ക് വന്ന് ബ്രേക്കിട്ടങ്ങ് നിർത്തി. അതിൽ നിന്നും മാരകായുധങ്ങളുമായി 5-6 ഗുണ്ടകൾ പുറത്തേക്കിറങ്ങി. അവരുടെ നോട്ടം കാവേരിയിലായിരുന്നു. കാവേരിയുടെ നെഞ്ചിരിപ്പ് വേഗത്തിലായി. അവൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ അവർ അവളെ വകഞ്ഞു. കാവേരി പ്രാണരക്ഷാർത്ഥം അവളെ വെട്ടിച്ച് മുന്നോട്ടോടി. മഴ കനത്തു തുടങ്ങി. ചെളി നിറഞ്ഞ വഴിയിലൂടെ കിതച്ചുകൊണ്ട് തന്നെ അവൾ ഓടി. കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. പിന്നിൽ മരണത്തിന്റെ കാലൊച്ചകൾ അടുത്തു വരുന്നതായി അവൾക്ക് തോന്നി. ഒരു വലിയ മതിന്റെ മുന്നിൽ അവൾ പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ടു. മുന്നോട്ടു പോവാൻ വഴിയില്ല. ഗുണ്ടകൾ ക്രൂരമായ ചിരിയോടെ കത്തികളുമായി തന്നെ അവൾക്ക് നേരെ നടന്നെടുത്തു. കാവേരിയുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. തന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ? അച്ഛന്റെ സ്വപ്നങ്ങൾ, അമ്മയുടെ കണ്ണുനീർ എല്ലാം ഈ മഴക്കൊപ്പം തന്നെ ഒലിച്ചു പോകുമോ? പെട്ടെന്നാണ് ആ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് തന്നെ ഒരു ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന് വെളിച്ചം കണ്ടത്. അവിടേക്ക് പാഞ്ഞെത്തി. കാതടക്കി പിടിക്കുന്ന ശബ്ദത്തോടെ വാഹനം ഗുണ്ടകളുടെ മുന്നിൽ വട്ടം കറങ്ങി നിന്നു. അതിൽ നിന്നും ഒരാളങ്ങ് ഇറങ്ങി വന്നിട്ട് വലിയൊരാൾക്കൂട്ടത്തെ ഒറ്റക്കങ്ങ് നേരിടാനുള്ള കെൽപ്പുള്ള പേശി ബലമുള്ള ഒരാളായിരുന്നു അത് നരനായിരുന്നു. തന്റെ മുത്തശ്ശന് നൽകിയ വാക്ക് പാലിക്കാൻ, കാവേരിയുടെയും കുടുംബത്തിന്റെയും നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ നേടിക്കൊടുക്കാൻ അവതരിച്ചവൻ. ഗുണ്ടകൾ അവന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ നരന്റെ വേഗതയ്ക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇടിമുഴക്കം പോലെ അവന്റെ ഓരോ അടിക്കും ഗുണ്ടകളങ്ങ് തെറിച്ചു വീണു.
മഴയത്ത് ചിതറിത്തെറിക്കുന്ന രക്തത്തുള്ളികൾ കുറച്ചു വർഷങ്ങളായി മരവിച്ച് കിടക്കുന്ന അവന്റെ പോരാട്ടവീര്യം വീണ്ടും ഉണരുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഗുണ്ടകളെല്ലാം തന്നെ നിലം പരിശായി. നരൻ തിരിഞ്ഞു നടന്നു. പേടിച്ചു വിറച്ചു നിൽക്കുന്ന കാവേരിയുടെ അടുത്തേക്ക് അവൻ വന്നു. മഴവെള്ളം അവന്റെ മുഖത്തുകൂടി ഒഴുകിയൊലിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ദൃഢമായ കണ്ണുകളിൽ വല്ലാത്തൊരു ആശ്വാസവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അവൻ പതിയെ കൈനീട്ടി കാവേരിയുടെ വിറക്കുന്ന കൈകൾ പിടിച്ചു. ആ മഴത്തുള്ളികൾ അവരുടെ ഇടയിലൂടെ വീഴുമ്പോൾ ആ നിമിഷം കാവേരിക്ക് മനസ്സിലായി, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ ജയപാലന്റെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർക്കാൻ ഒരു രക്ഷകൻ അവതരിച്ചിരിക്കുന്നു എന്ന സത്യം. അത് നരനായിരുന്നു. ഇനി ജയപാലന്റെ പതനത്തിന്റെ നാളുകളാണ്. അരവിന്ദന്റെ കുടുംബത്തിന്റെ ഉഴത്തെഴുന്നേൽപ്പും. ഇരുട്ടിന് മേൽ വെളിച്ചം